എന്താണ് അജിത് മേനോൻ ആദ്യമായിട്ട് ഈ മീറ്റിങ്ങിന് വരാനുള്ള കാരണം എന്തായിരുന്നു? വന്നതിന് ശേഷം ഇത്രയും പെട്ടെന്നുള്ള ഡെവലപ്മെൻറ്റ്. ഞാൻ എന്നെ ഒരു ശ്രീജിത്തിന് പറഞ്ഞ ആളെ പരിചയപ്പെടുത്തത് ഇവിടെ. ഡോക്ടർ തോമസിൻ്റെ ഫ്രണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നതാണ്. വന്നിട്ട് ഒരു എന്താ പറയുക, ലൈഫിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ബേസിക്കലി ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരുന്നു. കാരണം ബിസിനസ് ഉണ്ടായിരുന്നു, ബിസിനസ് ഒരുപാട് തകർന്നു. പിന്നെ അങ്ങനെ വളരെ ഡിപ്രസ്ഡായിട്ട് ഫ്രസ്ട്രേറ്റായിട്ട് ഇരിക്കുമ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ വന്നത് ഒരു മീറ്റിംഗാണെന്ന് പറഞ്ഞാൽ വന്നത്, എന്താ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ വന്നിട്ട് കറക്റ്റ് 2:30 എത്തി. അത് മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു പിടി കിട്ടുന്നില്ല എന്താണെന്ന്. ഒന്നും പറഞ്ഞിട്ടില്ല എന്നോട്. ആരാണെന്ന്, മനോമേനോൻ ആരാണെന്ന് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ജസ്റ്റ് ബ്ലൈൻഡായിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ. പിന്നെയാണ് പെട്ടെന്ന് വന്നിട്ട് പാസ്റ്ററെ കണ്ട് പാസ്റ്ററുടെ ഡെലിവറൻസ് തുടങ്ങിയപ്പോഴാണ് അപ്പോൾ തൊട്ട് എനിക്ക് ഒരു ചെറിയ വ്യത്യാസം കണ്ടു തുടങ്ങി ലൈഫിൽ, എൻ്റെ തിങ്കിങ്ങിൽ. ആ ഫസ്റ്റ് മീറ്റിംഗ് തന്നെ എന്നെ ശരിക്കും ചേഞ്ച് ചെയ്തിട്ട് പിന്നെ ഞാൻ ഫസ്റ്റ് മീറ്റിംഗിൽ അതേ ജീസസ് ഈസ് അലൈവ് ഇൻ ദിസ് പ്ലേസ്. ആമേൻ. എന്നിട്ടാണ് ഞാൻ വീട്ടിൽ പോയി ഫാമിലിയോടും മക്കളോടും വൈഫോടും പറഞ്ഞു. ഇങ്ങനെ ആദ്യം ഒറ്റയ്ക്കാണ് വന്നത്? ആദ്യം തന്നെ വന്നത്. സെക്കൻഡ് ടൈം ഫാമിലി വന്നിരുന്നു. അങ്ങനെ അവർ വന്നു. അവർക്കും ഇതുപോലെ നല്ലൊരു ചേഞ്ച്, നല്ലൊരു ഒരു 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 പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിരുന്നു. അങ്ങനെ വന്നിട്ട് ഇപ്പോൾ തിങ്സ് ആർ ഗ്രാജുവലി ഇംപ്രൂവിംഗ് എന്ന് പറയാം. അപ്പോൾ അതെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, വെറുതെ വന്നിരുന്നിട്ട് ഇങ്ങനെ പോയത് കാര്യമില്ല. അതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. സ്നാനം ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. നോട്ട് ദ പോയിന്റ്. അതെ, വെറുതെ വന്നിരുന്നിട്ട് പോയാൽ പോരാ, എക്സ്ട്രാ മൈൽ, നെക്സ്റ്റ് സ്റ്റെപ്പാണ്. യേശുവിന്റെ നാമത്തിൽ പറയൂ. അങ്ങനെ കഴിഞ്ഞ തിങ്കളാഴ്ച സ്നാനം കഴിഞ്ഞു. വളരെ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. നല്ലൊരു ഫീലിംഗ് ആണ്. മെൻ്റലി നല്ലൊരു ഒരു റിച്ച് ഫീലിംഗ് ഒന്നുണ്ട്. ആൻറ്റിക്ക് ഒന്ന് കൊടുത്തേ. എന്ത് പറയുന്നു ആൻറ്റി? അങ്കിൾ ആദ്യം ഇവിടെ വന്ന് വീട്ടിൽ വന്നിട്ട് എന്താ പറഞ്ഞു? ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട് പറഞ്ഞു, നല്ല ഇതാണ് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു, അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. ഇവിടെ വന്ന് കേട്ടു, ഇഷ്ടപ്പെട്ടു. ഇതാ കൊർലിന്യോസ് ചെയ്തേ. പല ശതാധിപന്മാരുമുണ്ട്, പക്ഷെ കൊർലിന്യോസ് തൻ്റെ കുടുംബക്കാരെല്ലാം വിളിച്ചു. അപ്പോൾ കുട്ടികളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളും എല്ലാവരുമായിട്ട് നമ്മൾ വന്നു, ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും കൂടി. നിങ്ങൾ എവിടെ സ്വദേശം? പിറ്റേ ദിവസം മക്കളുമായിട്ട് വന്നു. ആദ്യമായിട്ട് ഇങ്ങനെ സ്പിരിറ്റ് ഉണ്ടാവും എന്നൊക്കെ ആദ്യമായിട്ട് അറിയണേ. എങ്ങനത്തെ, എന്ത് സ്പിരിറ്റ്? ഇങ്ങനെ ഉള്ളിലുണ്ടാവും, അങ്ങനെ ഓരോ വ്യക്തികളുടെ അകത്ത്. അറിഞ്ഞില്ല അങ്ങനെ ഒന്നും ഉണ്ടാവുന്നു. അന്ന് വിശ്വസിച്ചിട്ടുമില്ല. ആദ്യമായിട്ട് ഇത് കാണുമ്പോൾ അത്ഭുതമായിരുന്നു. ഇങ്ങനെ ഉണ്ടെന്ന് തന്നെ അറിയണ്ടായിരുന്നില്ല. പിന്നെ കണ്ടു, നേരിട്ട് കണ്ടിട്ട് നമ്മൾ മനസ്സിലായി ഇതൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന്. പക്ഷേ ഇറ്റ് വാസ് എ ഷോക്ക്. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന്. അങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ കണ്ടേ, പിന്നെ മനസ്സിലായി. പിന്നെ നല്ല മനസ്സിലായപ്പോൾ പിന്നെ തോന്നി നല്ലതാണ്, വീണ്ടും വീണ്ടും വരാൻ തോന്നി. അപ്പം എല്ലാ സൺഡേ വരാറുണ്ട്. ഈ ഒരു മാസം കൊണ്ട് നമുക്കുണ്ടായ അനുഭവം, അല്ലെങ്കിൽ അവരോട് എന്താ നമുക്ക് പറയാനുള്ളത്? പുതിയ ആൾക്കാരെല്ലാം നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മെൻ്റലി കുറച്ച് നല്ല റിലീഫുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുപാട് ടെൻഷനിലായിരുന്നു, അതൊക്കെ ഒരുപാട് കുറഞ്ഞു. പിന്നെ ഔട്ട്ലുക്ക് ഡിഫറെൻ്റായി. ഞാൻ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ. അപ്പോൾ ഔട്ട്ലുക്ക് ഡിഫറെൻ്റായി. അതെ. അപ്പോൾ പിന്നെ ഇപ്പം ഞങ്ങളൊക്കെ ആണെങ്കിൽ ഐഡൽ വർഷിപ്പായിരുന്നു ഞങ്ങളുടെ മെയിൻ ഇത്. അത് പോയിട്ടിപ്പോൾ നമ്മൾ ഡയറക്റ്റ് സ്പിരിച്വലായിട്ടാണ് നമ്മൾ പോകുന്നത്.